പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമായിരുന്നു അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അഷ്ടസൗഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ കാണുക. ഈശോ ഒന്നാമത്തെ സൗഭാഗ്യമായിട്ട് പറഞ്ഞത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്താണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? നമുക്കറിയാം, ദൈവത്തിൻ്റെ ജീവൻ ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ദൈവം തൻ്റെ ജീവനെ മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ മനുഷ്യനിലെ ആത്മാവ് എപ്പോഴും ദൈവത്തോട് ചേർന്ന് ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുന്ന അനുഭവം ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യന് ഉണ്ടാവുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് ജീവിതത്തിലെ എല്ലാ നിമിഷവും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവിൽ പാപക്കറ ഉണ്ടാകാൻ പാടില്ല. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ആത്മാവിൽ പാപക്കറയില്ലാത്ത അവസ്ഥ, ഈ പാപക്കറയില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് ആനന്ദിക്കാൻ സാധിക്കുക. ഈശോ പറഞ്ഞു, അതാണ് ഭൂമിയിലെ ദൈവരാജ്യം. ഈശോ പഠിപ്പിച്ചു, ഈ ദൈവരാജ്യം മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവരാജ്യ അനുഭവം എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിത്വൈക ദൈവമാണല്ലോ ദൈവരാജ്യത്തിലെ സന്തോഷത്തിന് അനുഭവം. ഒരു മനുഷ്യ വ്യക്തിയുടെ ഉള്ളിൽ, അവൻ്റെ ആത്മാവിൽ പാപത്തിൻ്റെ കറയില്ല എങ്കിൽ, പാപത്തിൻ്റെ മാലിന്യമില്ല എങ്കിൽ, അവൻ എപ്പോഴും ഈ ആത്മാവിൽ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഈശോ ഇങ്ങനെ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാം തിരുവചനം, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇല്ലാത്തവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ഇല്ല എന്ന് തോന്നുന്നോ? കർത്താവ് പറയുന്നത്, വചനം സാക്ഷ്യപ്പെടുന്നത് അത് ഭാഗ്യം എന്നാണ്. എന്തുകൊണ്ടാണ് അത് ഭാഗ്യം എന്ന് പറയുന്നത്? നിന്നിൽ ഏത് കാര്യത്തിൽ നിനക്കില്ലാത്ത അവസ്ഥയുണ്ടോ, ആ ഇല്ലാത്ത അവസ്ഥയിൽ നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ആ ഇല്ലാത്ത അവസ്ഥ ദൈവം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യർ തൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യത്തിലേക്ക് നോക്കി എനിക്കതില്ലല്ലോ എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് പരാതി പറയാനോ നൊമ്പരപ്പെടാനോ വേദനിക്കാനോ അല്ല ദൈവം അത് അനുവദിക്കുന്നത്. മറിച്ച് ഇല്ലാത്ത ഓരോ അവസ്ഥയും കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാ നോക്കൂ, ഈ ഇല്ലാത്ത അവസ്ഥയാണ് ദൈവത്തിൽ ആശ്രയിക്കാനുള്ളതെന്നും ഈ ആശ്രയിക്കുന്ന അവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ആനന്ദമെന്നും ഈശോ പഠിപ്പിച്ചു. എങ്ങനെയാണ് പഠിപ്പിച്ചത്? തൻ്റെ ജീവിതത്തിലൂടെ. എങ്ങനെയുള്ള ജീവിതം? ഈശോ മനുഷ്യനായി കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജനിച്ചു. സാധാരണഗതിയിൽ മനുഷ്യക്കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു തെരഞ്ഞെടുത്തതിൻ്റെ കാരണം ആ ദാരിദ്ര്യത്തിൽ എല്ലാ മനുഷ്യർക്കും
ദൈവത്തിലേക്ക് നോക്കാനും ദൈവത്തെ സമീപിക്കാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഏറ്റവും ദാരിദ്ര്യമായ അവസ്ഥ തൻ്റെ ജനനത്തിൽ തിരഞ്ഞെടുത്തത്. ഇതിലൂടെ ഓരോ മനുഷ്യ വ്യക്തിക്കും പറഞ്ഞു തരികയാണ്, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നിനക്കില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടോ, ഒരിക്കലും നീ ഇല്ലായ്മയിലേക്ക് നോക്കി നിന്റെ മനസ്സ് ദുഃഖിക്കുകയോ വേദനിക്കുകയോ നിരാശപ്പെടുകയോ പരാതി പറയുകയോ മറ്റുള്ളവരാണല്ലോ എൻ്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണമെന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് നിന്റെ ജീവിതത്തിലെ ഇല്ലാത്ത ഓരോ അവസ്ഥയും ആ ഇല്ലാത്തതിനെയെല്ലാം ഉള്ളതാക്കി മാറ്റാൻ, ആ ഇല്ലാത്തതിനെയെല്ലാം വളർച്ചയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ കാലിത്തൊഴുത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു പിറന്നു വീണപ്പോൾ ഈ പിറന്നു വീണ ദൈവപുത്രനായ യേശുവിലേക്ക് നോക്കി ദൈവത്തിൻ്റെ ദൂതന്മാർ ലോകത്തിനു മുമ്പിൽ പ്രഘോഷിച്ചത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഈശോ പറഞ്ഞു തരുന്നത്, കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്നത്, നിന്നിൽ ഏതെല്ലാം വിധത്തിലുള്ള ഇല്ലായ്മയുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, അവിടെയെല്ലാം നീ ദൈവത്തിൽ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുമ്പോൾ ആ ആശ്രയിക്കുന്ന അവസ്ഥ നിന്നിൽ ദൈവരാജ്യ അനുഭവം ഉളവാക്കാൻ കാരണമായിത്തീരുന്നു. അപ്പോൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർക്കാണ് ദൈവരാജ്യം എന്ന് ഈശോ പഠിപ്പിച്ചപ്പോൾ നിന്റെ ജീവിതത്തിൽ മരണം വരെ ഈ ലോകത്തിലെ ഏത് ബന്ധത്തിലായാലും ഈ ലോകത്തിലെ ഏത് വഴിയിലൂടെയായാലും നിന്റെ ആത്മാവിൽ പാപമാലിന്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവിടെ എല്ലാം നിനക്ക് സ്വർഗരാജ്യ അനുഭവത്തെ സ്വന്തമാക്കാൻ സാധിക്കും. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ പാപത്തിൻ്റെ മാലിന്യമില്ലാത്ത ഓരോ വ്യക്തിയും ഭാഗ്യവാൻ. അവന് അനുദിന ജീവിതത്തിൽ ദൈവരാജ്യ അനുഭവത്തെ സ്വന്തമാക്കി ജീവിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അഷ്ടസൗഭാഗ്യത്തിലെ 2-ാമത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് ഈശോ പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. എന്താണ് കർത്താവിൻ്റെ വചനത്തിൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഈ വിലാപം 2 വിധത്തിൽ നമ്മളിതിനെ മനസ്സിലാക്കണം. ഒന്ന്, വിലാപം എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത്, പാപത്തെ ഓർത്ത്, വീഴ്ചയോർത്ത് അനുതപിക്കുന്ന ഹൃദയത്തോടെയുള്ള കരച്ചിൽ, ഇതിനെയാണ് വിലാപം എന്ന് പറയുക. ഇങ്ങനെ വിലപിക്കുന്ന വ്യക്തി, ഞാൻ ആ സാഹചര്യത്തിൽ, ആ നിർബന്ധത്തിൽ, ആ ജഡത്തിൻ്റെ പ്രേരണയാൽ, മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ഞാൻ ആ തെറ്റിലേക്ക്, ഞാൻ ആ പാപത്തിലേക്ക്, ഞാൻ ആ തിന്മയിലേക്ക് വീണുപോയി. ആ വീഴ്ചയോർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തിൻ്റെ കരച്ചിൽ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അനുതപിക്കുന്ന ഒരു പാപിയെ കർത്താവ് തള്ളിക്കളയുകയില്ല. അനുതപിച്ച് തിരിച്ചു വരുന്ന പാപിയെ സ്വീകരിക്കാൻ കരം നീട്ടി കാത്തിരിക്കുന്നവനാണ് കർത്താവ്. അനുതപിക്കുന്ന പാപിയുടെ തിരിച്ചുവരവിൽ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ മനസ്സിനെ, കർത്താവിൻ്റെ മനോഭാവത്തെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അധികമായി അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം കൂടുതൽ സന്തോഷിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അധികമായി അനുതപിക്കുന്ന പാപി. സുവിശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് അനുതപിക്കുന്ന പാപി. ഈ അനുതപിക്കുന്ന പാപിയുടെ തിരിച്ചുവരവിൽ സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അപ്പോൾ യേശു പഠിപ്പിച്ച അഷ്ടസൗഭാഗ്യങ്ങളിലെ 2-ാമത്തത്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഒരു പാപി
തൻ്റെ പാപത്തെ ഓർത്ത്, തെറ്റിനെ ഓർത്ത് അനുതപിച്ച് തിരിച്ചു വന്നാൽ, ആ തിരിച്ചു വരുന്ന പാപിക്ക് ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനും ആശ്വാസം കണ്ടെത്താനും സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വിലപിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ പാപം പെരുകുമ്പോൾ, തിന്മ വർദ്ധിക്കുമ്പോൾ, ലോകത്തിൽ പാപം പെരുകുന്നതിനെ ഓർത്ത്, തിന്മ വർദ്ധിക്കുന്നതിനെ ഓർത്ത് അവിടെ മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവസന്നിധിയിൽ കരമുയർത്തി മാനസാന്തരത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ലോകത്തിലെ പാപികളുടെയും തിന്മ പ്രവർത്തിക്കുന്നവരുടെയും മാനസാന്തരമില്ലാത്തവരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട് മാനസാന്തര അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, മറ്റുള്ളവരുടെ തിരിച്ചുവരവിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഇവരെയാണ് കർത്താവിൻ്റെ വചനത്തിൽ വിലപിക്കുന്നവർ എന്ന് സൂചിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിളിൽ ഉടനീളം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ദൈവം രക്ഷപ്പെടുത്തിയ അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 18-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുക, അബ്രാഹാം സോദോം ഗോമോറ ദേശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നൊരു കാര്യമാണ്. സോദോം ഗോമോറ ദേശത്ത് ജനം തിന്മ പ്രവർത്തിച്ചപ്പോൾ, തിന്മ പ്രവർത്തിച്ച വ്യക്തികളെ, ആ നാടിനെ നശിപ്പിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ അബ്രഹാം ചെല്ലുകയാണ്. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അവിടെ പാപികളോടൊപ്പം നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ നീതിമാന്മാരെ കണക്കാക്കി അവിടെ നശിപ്പിക്കൂ നീ. എന്നിട്ട് അബ്രഹാം ഇങ്ങനെ ആരംഭിച്ചു, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 50 നീതിമാന്മാരെ പ്രതി അവിടെയുള്ള ആ പാപികളെ കൂടി രക്ഷിക്കാൻ നീ തയ്യാറാവോ? ദൈവം പറഞ്ഞു, ഞാൻ നശിപ്പിക്കുകയില്ല. ഉടനെ അടുത്ത വാക്ക് പറയുകയാണ്. അബ്രഹാം ചോദിക്കുകയാണ്, ഇനി എണ്ണിയൊക്കെ നോക്കുമ്പോൾ 5 കുറഞ്ഞു പോയാലോ, 45 ഉള്ളെങ്കിലോ? ദൈവം പറഞ്ഞു, ഇല്ല, ഞാൻ നശിപ്പിക്കുകയില്ല. വീണ്ടും 40 ആണെങ്കിലോ, 35 ആണെങ്കിലോ, 30 ആണെങ്കിലോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ അബ്രഹാം നീതിമാന്മാരുടെ എണ്ണത്തെ ഏതാണ്ട് 10 വരെ എത്തിച്ചു. 10 പേരെ ഉള്ളെങ്കിലോ? ദൈവം പറഞ്ഞു, ഈ 10 നീതിമാന്മാരെ പ്രതി ഞാൻ ആ ദേശം നശിപ്പിക്കുകയില്ല. ഇനി അബ്രഹാം അത് കുറച്ച് ഒരാളിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ ദൈവം അവിടെയും പറയും, ഞാൻ ആ ഒരു നീതിമാനെ പ്രതി ആ ദേശം നശിപ്പിക്കുകയില്ല. എന്താ നമ്മളിവിടെ കാണുന്നതെന്നറിയാവോ? അവിടെ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് വിലപിക്കുകയാണ്, ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ഈ അഷ്ടസൗഭാഗ്യത്തിലെ രണ്ടാമത്തെ കാര്യത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. വീണ്ടും അടുത്ത പുസ്തകം ബൈബിളിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും, ഇസ്രായേൽ ജനം ജോഷുവയുടെ നേതൃത്വത്തിൽ അമലോക്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ജോഷുവയെ യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി മോശ പറഞ്ഞു വിട്ടതിന് ശേഷം മോശ മലയിൽ പോയി അഹ്റോനും ഊറും കൂടെ ചേർന്ന് അവിടെ മധ്യസ്ഥം വഹിക്കി പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വിജയത്തിന് വേണ്ടി
ദൈവത്തിൻ്റെ മുമ്പിൽ മോശ കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, മോശയുടെ കരം ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽ ജനം വിജയിക്കാൻ തുടങ്ങി. എന്നാൽ എപ്പോൾ മോശയുടെ കരം താണോ, അമലേക്യർ വിജയിക്കാനായിട്ട് തുടങ്ങി. ഇത് മനസ്സിലാക്കി എന്തു ചെയ്യുന്നറിയാവോ? ഒരു കല്ല് എടുത്തിട്ട് മോശയെ ആ കല്ലിൻ്റെ മുകളിൽ ഇരുത്തിയ ശേഷം കരം ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി അഹറോനും ഊറും മോശയുടെ ഓരോ കയ്യിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 2 പേര് മോശയോട് ചേർന്ന് മോശയ്ക്ക് ശക്തി നൽകാൻ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ മോശയുടെ കരം ഹൂറ് പിടിച്ചു എന്നുള്ള കാരണത്താൽ, അവിടെ ഹൂറ് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ സഹായിച്ചു എന്ന കാരണത്താൽ ഹൂറിൻ്റെ 4 തലമുറകളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കരമുയർത്തുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സമയവും ആരോഗ്യവും ഞാൻ ചെലവഴിക്കുമ്പോൾ, അതിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഹൂറ് മോശയുടെ കരം പിടിക്കാൻ, കരമുയർത്താൻ സഹായിച്ചു എന്നുള്ള കാരണത്താൽ ദൈവം അവനെയും അവൻ്റെ 4 തലമുറകളെയും അനുഗ്രഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ രോഗത്തിൽ ദൈവം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മധ്യസ്ഥം വഹിക്കുമ്പോൾ, തകർച്ചകളിൽ രക്ഷ ലഭിക്കാൻ വേണ്ടി ഞാൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അവരിൽ ദൈവം ഇടപെടുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ദൈവം മാനസാന്തരം നൽകുന്നു. അതുപോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളുള്ള ധ്യാനം എല്ലാ ആഴ്ചകളിലുമുണ്ട്. ഈ ഓരോ ഭാഷയിലെയും ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി 24 മണിക്കൂറും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ട്. ഇംഗ്ലീഷ് വിഭാഗത്തിലും മലയാള വിഭാഗത്തിലും 2 വിഭാഗത്തിലും 24 മണിക്കൂറും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഓരോ ആഴ്ചയിലും 7 ഭാഷകളിൽ ധ്യാനിക്കാനായിട്ട് വരുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന അത്ഭുതകരമായ മാനസാന്തരത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാ അനുഭവം ലഭിക്കുവാൻ കാരണമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിൽ ഒരമ്മ തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നീണ്ട 34 വർഷം പ്രാർത്ഥിച്ചു. നീണ്ട 34 വർഷം ഒരമ്മ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ അമ്മ വിശുദ്ധിയായി. ആ അമ്മയാണ് വിശുദ്ധ മോനിക്ക പുണ്യവതി. ആ മകൻ വിശുദ്ധനായി. ആ മകനാണ് വിശുദ്ധ അഗസ്തീനോസ്. എന്താ കാരണം? ഒരമ്മ തൻ്റെ മകൻ്റെ പാപജീവിതത്തിൽ, മകൻ്റെ ലോകസുഖത്തോടും ജഡിക സുഖത്തോടുമുള്ള ആഗ്രഹത്തിൽ, ആ പോക്കിൽ ആ അമ്മ മനസ്സ് ദുഃഖിച്ചില്ല. മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി മകനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അമ്മ കരമുയർത്തിയപ്പോൾ, 34 വർഷം കരമുയർത്തിയപ്പോൾ, ആ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ മകന് കർത്താവ് മാനസാന്തരം കൊടുത്തു. മകനെ കർത്താവ് വിശുദ്ധനാക്കി. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ദൈവം നൽകുന്ന മാതൃകകളാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വിലപിക്കുമ്പോൾ,
ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. എന്നിലൂടെ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനു മുമ്പിൽ വലിയ വിലയുണ്ട് എന്ന സത്യം അഷ്ടസൗഭാഗ്യത്തിലെ രണ്ടാമത്തെ കാര്യങ്ങളിലൂടെ കർത്താവ് മനസ്സിലാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മലയാള സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും സാക്ഷ്യം പറയുക. അവിടെ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. ആദ്യം സാക്ഷ്യം പറഞ്ഞത് ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. ആ ഭാര്യ പറയുക, ഞാൻ വിവാഹാലോചന നാളുകളിൽ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യം, എനിക്ക് ഭർത്താവായി ലഭിക്കുന്ന വ്യക്തി മദ്യപിക്കുന്ന സ്വഭാവം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കണം. അതൊക്കെ ഉറപ്പുവരുത്തിയ ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള മദ്യപിക്കാത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല ഭർത്താവായി കിട്ടിയിരിക്കുന്നത്, മദ്യപിക്കുന്ന സ്വഭാവമുള്ളയാണ്. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആ ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റിയില്ല, സ്നേഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പറ്റാത്ത, ബഹുമാനിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുമായിട്ട് കുടുംബജീവിതം ആരംഭിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് 6 മാസത്തിനുള്ളിൽ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ ഭർത്താവിന് മാനസാന്തരം ലഭിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ ആ ധ്യാനത്തിൽ എൻ്റെ ആഗ്രഹത്തിന് വ്യത്യസ്തമായി ഒരു ബോധ്യം കർത്താവ് എനിക്ക് നൽകി. ലഭിച്ച ബോധ്യം ഇതാണ്: ഭർത്താവിൻ്റെ മദ്യപാന സ്വഭാവത്തുള്ള മാനസാന്തരത്തെക്കാൾ അധികമായി മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഭർത്താവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചെങ്കിൽ, ഈ സ്വീകരിച്ച ഭർത്താവിൻ്റെ ഏതെല്ലാം വിധത്തിലുള്ള കുറവുകളും പോരായ്മയും ഉണ്ടോ അതോടുകൂടി, ആ സ്വഭാവ കുറവുകളോടുകൂടി എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വീകരിക്കണം. ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? ഭർത്താവിൻ്റെ മദ്യപാനം മാറിക്കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് മദ്യപിക്കുന്ന സ്വഭാവമുള്ള എൻ്റെ ഭർത്താവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് മദ്യപാന സ്വഭാവമുള്ള അനേകം ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം വഹിക്കാൻ തുടങ്ങി. മാത്രമല്ല, മദ്യപിക്കുന്ന ഭർത്താക്കന്മാരെ സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാര്യമാരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നീണ്ട 10 വർഷം എൻ്റെ ഈ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. നീണ്ട 10 വർഷത്തിൽ ഞാൻ മദ്യപിച്ച് വരുന്ന എൻ്റെ ഭർത്താവ് ഏതെല്ലാം വിധത്തിൽ എന്നോട് വേദനിപ്പിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, അംഗീകാരം തരാത്ത, പ്രോത്സാഹനം തരാത്ത വിധത്തിൽ സംസാരിച്ചാലും അവിടെ ഒന്നും മനസ്സുമെടുക്കാതെ സ്നേഹത്തോടും താല്പര്യത്തോടും പരിഗണനയോടും അംഗീകാരത്തോടും കൂടി എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചപ്പോൾ 5 വർഷം മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടി. ധ്യാനത്തിൽ വെച്ച് എൻ്റെ ഭർത്താവും മദ്യപാനം പരിപൂർണമായി ഉപേക്ഷിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് മദ്യപിക്കാത്ത സ്വഭാവമുള്ള ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്ന, ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമായി ഞങ്ങളെ ദൈവം വഴി നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭാര്യയുടെ സാക്ഷ്യത്തിന് ശേഷം ഭർത്താവിൻ്റെ സാക്ഷ്യം. ഭർത്താവ് അവിടെ പറയുകയാണ്, ഭർത്താവ് പറഞ്ഞ കാര്യം, എൻ്റെ ഭാര്യയുടെ, ഞാൻ മദ്യപിച്ചു വരുമ്പോൾ ഭാര്യയ്ക്ക് നൽകാത്തതായ സ്നേഹത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും പരിഗണനയുടെയും ആ അവസ്ഥയിൽ എന്നോട് ഏറ്റവും സ്നേഹത്തോടും ഔദാര്യത്തോടും ദാക്ഷിണ്യത്തോടും കൂടിയുള്ള ആ ഭാര്യയുടെ 10 വർഷത്തെ എന്നോടുള്ള പെരുമാറ്റമാണ് എനിക്ക് ഇവിടെ ധ്യാനം കൂടാൻ വരാനും എൻ്റെ മദ്യപാനം പരിപൂർണമായി ഉപേക്ഷിക്കാനും കഴിഞ്ഞ 5 വർഷമായിട്ട്
ഏറ്റവും നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കാനും എല്ലാം കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒന്ന്, തൻ്റെ തെറ്റിനെ ഓർത്ത് അനുതാപത്തിലേക്ക് നയിക്കുന്ന ആ ചൈതന്യത്തിലുള്ള വിലാപം. രണ്ട്, മറ്റുള്ളവരിൽ മാനസാന്തരം, മറ്റുള്ളവർക്ക് രോഗസൗഖ്യം, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷ, ഇതിനു വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിലാപം. ഈ രണ്ട് കാര്യത്തിലും ദൈവം ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനം കൂടി നമ്മൾ മനസ്സിലാക്കൂ. വിലാപത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം തിരുവചനം. ഇങ്ങനെയാണ് വചനം പറയുന്നത്: സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. അടുത്ത വചനം ഇതാണ്: രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ നീ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്: ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഫലം അനേകരിൽ മാനസാന്തരത്തിൻ്റെയും നന്മയുടെയും രോഗസൗഖ്യത്തിൻ്റെയും ഫലം ഉളവാക്കുവാൻ ദൈവം അവസരമൊരുക്കുന്നു, ഇടം നൽകുന്നു. അതിനാൽ അഷ്ടസൗഭാഗ്യത്തിലെ 2-ാമത്തെ സൗഭാഗ്യം: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ ആശ്വാസം എനിക്ക് ലഭിക്കണം. എന്നിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കണം. അവിടെയാണ് ദൈവരാജ്യ അനുഭവത്തെ അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കർത്താവേ, ഞങ്ങൾ ശ്രമിച്ച തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കാൻ, ഇന്നലകളിൽ എൻ്റെ ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ പെരുമാറ്റമോ എന്നിൽ പാപത്തിൻ്റെ അവസ്ഥ കടന്നു വരാൻ ഇടയായെങ്കിൽ അതിനെ ഓർത്ത് അനുതാപ ചിന്തയോടെ നിൻ്റെ മുമ്പിൽ ഏറ്റുപറയുവാൻ, തിരിച്ചു വരുവാൻ എന്നെ നീ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ചുറ്റിലും, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും എവിടെ തിന്മയുടെയും പാപത്തിൻ്റെയും തെറ്റിൻ്റെയും അവസ്ഥകൾ പെരുകുന്നോ അവർക്കെല്ലാം വേണ്ടി, അവരുടെ മാനസാന്തര രക്ഷയ്ക്കും വേണ്ടി നിന്റെ സന്നിധിയിൽ കരമുയർത്തി മധ്യസ്ഥം വഹിക്കുവാൻ അതിനുള്ള ശക്തി നീ എനിക്ക് തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.